Namaste children, welcome back to ICT class. Today we are going to learn what is social media. എന്താണ് social media? To concept of a medium to exchange news, information, ideas and jokes around us and to share pictures and videos emerged with the growth of internet. These media are called social media. യെസ് ചിൽഡ്രൻ, ഇനി എന്താണ് സോഷ്യൽ മീഡിയ? നമ്മുടെ ചുറ്റുപാടുമുള്ള വാർത്തകളും വിവരങ്ങളും ആശയങ്ങളും തമാശകളും ഒക്കെ കൈമാറാനുള്ള, അതുപോലെ തന്നെ ചിത്രങ്ങളും വീഡിയോകളും തുടങ്ങിയവ ഷെയർ ചെയ്യാനും പറ്റിയ ഒരു മാധ്യമം. അതാണ് എന്തൊരു മീഡിയ. അതാണെന്ത് ഇൻ്റർനെറ്റിൻ്റെ വികാസത്തോട് കൂടിയിട്ട് ഇതൊരു ആശയമായി. ഇത്തരം ആശയങ്ങളെ, ഇത്തരം സങ്കേതങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സോഷ്യൽ മീഡിയ. നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാറുണ്ട് പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും അല്ലേ. അപ്പോൾ അതിനെയാണ് എന്ത് പറയുന്നത്? സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് കേട്ടോ. Some of the well-known social medias are Facebook, Twitter, Diaspora, WhatsApp, etc. Okay children, Facebook, Twitter, Diaspora, WhatsApp എന്താണ്? നമുക്കറിയാം അല്ലേ, നമ്മളെല്ലാവരും ഇത് യൂസ് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ. അപ്പം ഇതൊക്കെ സോഷ്യൽ മീഡിയാസ് ആണല്ലേ. ഓക്കെ ഡിയർ ചിൽഡ്രൻ, ഇതിൽ ഡയസ്പൊറ ഈസ് എ മീഡിയം ഫോർ ഓപ്പൺ സോഴ്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഇതൊരു സ്വതന്ത്ര വിനിമയ സങ്കേതമാണ് അല്ലേ. ഓക്കെ ചിൽഡ്രൻ, നെക്സ്റ്റ് വൺ ഇ-ബാങ്കിങ്. എന്താണ് ഇ-ബാങ്കിങ്? ഇ-ബാങ്കിങ് മീൻസ് കണ്ടക്ടിങ് ദ ട്രാൻസാക്ഷൻ ഓഫ് എ ബാങ്ക് അക്കൗണ്ട് ത്രൂ എ വെബ്സൈറ്റ് സ്പെസിഫിക്കലി ബിൽറ്റ് ഫോർ ദ പർപ്പസ്. ടു ഒബ്റ്റെയിൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഫെസിലിറ്റി ഫോർ എ ബാങ്ക് അക്കൗണ്ട് വി ഹാവ് ടു സബ്മിറ്റ് എ ഫിൽഡ് അപ്പ് ഫോം ടു ദ ബാങ്ക്. ആഫ്റ്റർ ദാറ്റ് വി ഹാവ് ടു ഗെറ്റ് എ യൂസർ നെയിം, പാസ്വേഡ് എക്സെട്ര ഫോർ ദ അക്കൗണ്ട് ബിഫോർ സ്റ്റാർട്ടിങ് ടു യൂസ് ഇറ്റ്. ഓക്കെ ചിൽഡ്രൻ, ഇനി എന്താണ് ഇ-ബാങ്കിങ്? ഒരു ബാങ്ക് അക്കൗണ്ടിലൂടെയുള്ള പണമിടപാടുകൾ ബാങ്ക് പ്രത്യേകമായി തയ്യാറാക്കിയ ഒരു വെബ്സൈറ്റിലൂടെ നിർവഹിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇ-ബാങ്കിങ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ ഡിയർ ചിൽഡ്രൻ, ദ നെക്സ്റ്റ് വൺ ഇ-ഗവേൺസ്. എന്താണ് ഇ-ഗവേൺസ്? ടു സെർവ് ഡിഫറെൻറ്റ് പർപ്പസ് വി ഓഫൺ ഹാവ് ഗോ ടു മെനി ഓഫീസേഴ്സ്. ഇഫ് യു ഹാവ് എ ബാങ്ക് അക്കൗണ്ട് വിത്ത് ദ ഓൺലൈൻ ഫെസിലിറ്റി വി ക്യാൻ പേ ഇലക്ട്രിസിറ്റി ബിൽ, ടെലിഫോൺ ബിൽ എക്സെട്ര. ഓക്കെ ചിൽഡ്രൻ, എന്താണ് ഇ-ഗവേൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലേ, ഇലക്ട്രിസിറ്റി ബില്ല് നമ്മൾ അടയ്ക്കാറുണ്ട്, ഫോൺ ബില്ല് അടയ്ക്കാറുണ്ട്, അതേപോലെ നമ്മൾ അഡ്മിഷൻ കാര്യങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട്. ഇതൊക്കെ എന്തിൽ പെടുന്ന കാര്യമാണ്? ഇ-ഗവേൺസിൽ പെടുന്ന കാര്യമാണല്ലേ, സേവനങ്ങളാണല്ലേ. നമുക്ക് അതുവഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ കാര്യങ്ങൾ ഓൺലൈൻ ആപ്ലിക്കേഷൻ നടത്താൻ പറ്റും അല്ലേ. അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഇ-ഗവേൺസ് വഴി ചെയ്യാൻ സാധിക്കും അല്ലേ. അതിനുള്ള സൈറ്റുകൾ ഉണ്ടായിരിക്കും അല്ലേ. ഓക്കെ ഡിയർ ചിൽഡ്രൻ, ദ നെക്സ്റ്റ് വൺ OTP. വാട്ട് ഈസ് OTP? യെസ്, വൺ ടൈം പാസ്വേഡ് അല്ലേ. ദ സെക്യൂരിറ്റി സിസ്റ്റം കോൾഡ് എന്താ പറയുന്നത്? ഒരു സെക്യൂരിറ്റി സിസ്റ്റമാണ് എന്ത്? വെൻ അവർ ബാങ്ക് അക്കൗണ്ട് ആർ കോൺഫിഗേർഡ് ഫോർ എ ഓൺലൈൻ ട്രാൻസാക്ഷൻ വി ഹാവ് ടു ഗീവ് അവർ മൊബൈൽ ഫോൺ നമ്പേഴ്സ് ഓൾസോ. ഈച്ച് ടൈം ആൻ ഓൺലൈൻ ട്രാൻസാക്ഷൻ ഈസ് ക്യാരിഡ് ഔട്ട് എ പാസ്വേഡ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ ദാറ്റ് ട്രാൻസാക്ഷൻ ഈസ് സെൻഡ് ടു അവർ മൊബൈൽ ഫോൺ. യെസ് ചിൽഡ്രൻ, ഇനി എന്താണ് OTP? നാം ഓൺലൈനായി നടത്തുന്ന ഇടപാടുകളെല്ലാം സുരക്ഷിതമാണെന്ന് എങ്ങനെ ഉറപ്പുവരുത്തും? ഇതിനുള്ള ഒരു സംവിധാനമാണ് OTP, വൺ ടൈം പാസ്വേഡ്. നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ ഇടപാടുകൾക്ക് സജ്ജീകരിക്കുമ്പോൾ ബാങ്കിൽ നമ്മുടെ മൊബൈൽ ഫോൺ നമ്പർ കൂടി നൽകുന്നുണ്ട്. ഓരോ തവണ നാം ഓൺലൈൻ ഇടപാട് നടത്തുമ്പോഴും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫോണിലേക്ക് ആ ഇടപാടിന് മാത്രം ഉപയോഗിക്കാവുന്ന ഒരു പാസ്വേഡ് അയക്കുന്നു. ഈ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ ഇടപാട് നടത്തുകയുള്ളൂ. ഇതിനെയാണ് OTP എന്ന് പറയുന്നത്.